ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വാസ്തവത്തിൽ ഊരാക്കുടുക്കിൽ അകപ്പെട്ടിരിക്കുന്നത് SIT ആണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. എങ്ങനെയാണ് SIT ഊരാക്കുടുക്കിൽ അകപ്പെട്ടതെന്നല്ലേ പ്രേക്ഷകരുടെ സംശയം? ഞാനത് വിശദീകരിക്കാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പല സംഭവങ്ങളും നടന്നു ഇതുമായി ബന്ധപ്പെട്ട്. അതെല്ലാം കൂടി ക്രോഡീകരിച്ചു വേണം നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ. പറഞ്ഞതുപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിമാരുടെ പങ്കിനെക്കുറിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി. അതുപോലെ തന്ത്രി കണ്ഠരര് രാജീവര് ഒരു സ്വകാര്യ ബാങ്കിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചു. ആ ബാങ്ക് പൊളിഞ്ഞു, ആ പണം നഷ്ടപ്പെട്ടു. എന്നിട്ടും അതിനെതിരെ തന്ത്രി പരാതി പറഞ്ഞില്ല. ആ പണത്തിൻ്റെ ഉറവിടം, സ്രോതസ്സ് ഏതാണ് എന്ന് അന്വേഷിക്കുന്നു. ഈ പശ്ചാത്തലങ്ങളെല്ലാം കൂടി മുന്നിൽ വെച്ച് വേണം നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ. അതുമാത്രമല്ല, ഇതിനകത്തിപ്പോൾ പുതിയ ഒരു ആരോപണം കൂടി ഉയർന്നിരിക്കുന്നു. പത്തനംതിട്ടയിലെ CPM നേതാക്കളാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ തന്ത്രി 2.5 കോടി രൂപ നിക്ഷേപിച്ച സഹകരണ ബാങ്ക്, സഹകരണ ബാങ്ക് അല്ല, അതൊരു സ്വകാര്യ ബാങ്കാണ്. ആ സ്വകാര്യ ബാങ്ക് പൊളിഞ്ഞുപോയി. ആ പൊളിഞ്ഞ ബാങ്കിൽ നിന്നും 2.5 കോടി രൂപ ആന്റണി MP കടമെടുത്തിരിക്കുന്നു എന്ന ആരോപണമാണ് CPM നേതാക്കൾ ഉന്നയിക്കുന്നത്. എന്നാൽ അവർ ഇതിൻ്റെ തെളിവുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ആന്റണിയുടെ പേര് ഇങ്ങനെ പറയുന്നു, ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനെതിരെ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയെ വീട്ടിൽ പോയി സന്ദർശിച്ച് കയ്യിൽ ചരട് കെട്ടിക്കൊടുത്ത സംഭവം പുറത്തു വന്നതാണ്. അന്ന് അടൂർ പ്രകാശും ആന്റണിയും ചേർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുക്കലെത്തിച്ചത് എന്ന വിവരമാണ് പുറത്തു വന്നത്. അപ്പോൾ ഇത്രയൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ SIT ഊരാക്കുടുക്കിലാണോ അല്ലയോ എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ, മുരാരി ബാബു ജാമ്യത്തിലിറങ്ങി, അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായി 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം കിട്ടി. ഫെബ്രുവരി 1-ാം തീയതി ആകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടാവും. 2-ാം തീയതി തന്നെ പോറ്റി സ്വാഭാവിക ജാമ്യം നേടാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. നേരത്തെ ഒരു കേസിൽ പോറ്റിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് കാരണം. അപ്പോൾ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബുവിനെ പോലെ തന്നെ പുറത്തിറങ്ങും. തൊട്ടു പിന്നാലെ മറ്റുള്ളവരും പടിപടിയായിട്ട് പുറത്തേക്കിറങ്ങും. കാരണം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല SITക്ക്. ഇവിടെ SIT കാര്യങ്ങൾ മനഃപൂർവ്വം താമസിപ്പിക്കുകയാണ് എന്ന ഒരു ആക്ഷേപം വളരെ ശക്തമായി ഉയരുന്നുണ്ട്. പക്ഷേ SITയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ കുറ്റമറ്റ പഴുതടച്ച ഒരു കുറ്റപത്രം വേണം കോടതിയിൽ സമർപ്പിക്കാൻ. പ്രതികളാരും രക്ഷപ്പെട്ടു പോകരുത്. കാരണം നഗ്നമായ പകൽക്കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് SIT ഒരുങ്ങുന്നത്. പക്ഷേ അതിലേക്ക് ഒരല്പം കൂടി സമയം വേണ്ടിവരും. വിചാരിക്കുന്നത് പോലെ ഈ പറഞ്ഞ ചെറിയ കാലയളവിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് SIT ചില തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടന്നത്. അതായത് ഈ സ്വർണ്ണപ്പാളി എന്നുള്ളത് മിനിറ്റ്സിൽ മാറ്റി ചെമ്പ് പാളി എന്നെഴുതിയത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറാണ്. അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ്. ഇത് പത്മകുമാറാണ് എഴുതിയതെന്നുള്ളതിന് തെളിവുകളുണ്ടെങ്കിലും ശാസ്ത്രീയമായ പരിശോധനാ ഫലം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഈ മൊഴി കൊടുത്തിരിക്കുന്ന ആൾക്കാർ കോടതിയിൽ എത്തുമ്പോൾ മൊഴി മാറ്റി പറയാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും
SIT മുന്നോട്ട് വയ്ക്കുന്ന കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നയാൾ സുഖമായിട്ട് കേസിൽ നിന്ന് ഊരിപ്പോകും. അതുണ്ടാകാതിരിക്കാനാണ് ശാസ്ത്രീയ പരിശോധന വേണം എന്ന നിലപാടെടുത്തുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് SIT കടന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഈ സ്വർണ്ണപ്പാളികളുടെ അല്ലെങ്കിൽ ഏതിനെയാണോ ഈ സ്വർണ്ണപ്പാളി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കേണ്ടതുണ്ട്. അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് VSSCയുടെ ലബോറട്ടറിയിലേക്ക് അയച്ചിരുന്നു. അവിടുന്ന് പരിശോധനാ ഫലം വന്നു. ആ പരിശോധനാ ഫലം വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും SIT ഹാജരാക്കി. തുടർന്ന് ഹൈക്കോടതി അതിൽ വ്യക്തത വരുത്താൻ വേണ്ടി പരിശോധിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്താൻ SITയോട് നിർദ്ദേശിച്ചു. തുടർന്ന് SIT അവരെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് അവരുടെ മൊഴി രേഖപ്പെടുത്തി. അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം തീരില്ല പ്രശ്നങ്ങൾ. കടമ്പകൾ വേറെയുമുണ്ട് കടക്കാൻ. ഈ പറഞ്ഞതുപോലെ കുറ്റപത്രം കൃത്യമായി അവിടെ സമർപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴുതടച്ച വീഴ്ചകളില്ലാത്ത തെറ്റുകുറ്റങ്ങളില്ലാത്ത കുറ്റപത്രമായിരിക്കണം. അതിന് SITക്ക് ഇനിയും ചില രേഖകളും തെളിവുകളും ലഭിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടും അത് സംബന്ധിച്ച മറ്റു വിവരങ്ങളും ഒക്കെ കിട്ടേണ്ടതുണ്ട്. അത് എപ്പോൾ കിട്ടും എന്ന് നമുക്കറിയില്ല. ഇക്കാര്യത്തിൽ SIT ആകട്ടെ ഒന്നും പുറത്ത് വിടുന്നുമില്ല. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കുറ്റപത്രത്തിൽ എവിടെയെങ്കിലും വീഴ്ചയുണ്ടായി പ്രതികൾ രക്ഷപ്പെട്ടാൽ അത് SITക്ക് വലിയ തിരിച്ചടിയാകും. കാരണം ഈ SITയെ രൂപീകരിച്ചത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. ആ ദേവസ്വം ബെഞ്ച് രൂപീകരിച്ച SITക്ക് വീഴ്ച സംഭവിച്ചാൽ അത് ഹൈക്കോടതിക്കും കൂടി നാണക്കേടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വീഴ്ച ഉണ്ടാകാൻ SIT താല്പര്യപ്പെടുന്നില്ല. പഴുതടച്ച കുറ്റപത്രം ഹാജരാക്കിയേ മതിയാവുള്ളൂ എന്നാണ് SITയുടെ നിലപാട്. പക്ഷേ അതിന് സമയം വേണം. അങ്ങനെ സമയമെടുത്ത് കുറ്റപത്രം സമർപ്പിക്കാൻ നിന്നാൽ പ്രതികൾ സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്ക് പോകും. ഇതാണ് SIT അകപ്പെട്ടിരിക്കുന്ന കുരുക്ക്. ഇവിടെ SITയെ സംബന്ധിച്ചിടത്തോളം ഭാഗികമായി കുറ്റപത്രം സമർപ്പിച്ച് പ്രതികളെ വിചാരണ തടവുകാരാക്കാൻ കഴിയുമോ എന്ന ഒരു നിയമോപദേശം അവർ തേടിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മുന്നോട്ട് പോകാൻ വെച്ച കാല് SIT പിന്നോട്ടെടുക്കില്ല. ഒരു കാരണവശാലും കുറ്റവാളികൾ രക്ഷപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കരുത് എന്നുള്ളതാണ് SITയുടെ നിലപാട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സമയത്തിന് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് കൊണ്ട് ഇവർ ജാമ്യത്തിലിറങ്ങും, സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങും എന്നുള്ള ഒരു വെല്ലുവിളിയും ഇവിടെ SITയെ കാത്തിരിക്കുന്നു. ഈ ചെകുത്താനും കടലിനും ഇടയ്ക്ക് പെട്ടിരിക്കുകയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇനി പറഞ്ഞതുപോലെ പ്രശാന്ത് അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത് കൂടുതൽ രേഖകളും തെളിവുകളും കണ്ടെത്തി പുതിയ കേസുകളിൽ ഇവരെ പെടുത്താൻ കഴിയുമോ, ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ചിന്തയും SITക്ക് ഉണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റു പല സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ചെക്ക് കേസുകളെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ SIT തേടിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അത്തരം കേസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വകുപ്പുകളിട്ട് കേസെടുത്ത് അതിലും അറസ്റ്റ് രേഖപ്പെടുത്തും. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്തെങ്ങും പുറത്തിറങ്ങാനാകില്ല. തുടരെ നിരവധി കേസുകളായാൽ ഈ പറഞ്ഞതുപോലെ ഇവരെ പെട്ടെന്നൊന്നും കോടതി ജാമ്യം കൊടുത്ത് പുറത്തേക്ക് വിടില്ല. അങ്ങനെ ഒരു നീക്കവും SIT നടത്തുന്നുണ്ട്. മുഖം രക്ഷിക്കാൻ മറ്റു വഴികളില്ല. SITയെ ഇത്രയും സമ്മർദ്ദം SITക്ക് മേൽ ചെലുത്തി ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ഇത്രയും കാലതാമസം ഉണ്ടാക്കിച്ചത് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇടതുപക്ഷത്തെ CPMന്റെ നേതാക്കൾ ഒന്നൊന്നായി ഈ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർക്കപ്പെടുമ്പോൾ SITക്ക് മേൽ സമ്മർദ്ദമുണ്ടാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. എന്തായാലും
ചെകുത്താനും കടലിനും ഇടയ്ക്കുള്ള ഈ ഊരാക്കുടുക്കിൽ അകപ്പെട്ട SIT എങ്ങനെ ഈ കടമ്പകൾ കടന്ന് പ്രതികളെ കൃത്യമായി പൂട്ടും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.